നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയും, എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളെപ്പോഴും കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തെറാപ്പി വേണം എന്നൊക്കെ പറയുന്നത്. ഈ ഓരോ സ്റ്റാക്ക് നമ്മളെപ്പോഴും സർഫസ് ലെവലിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു വ്യക്തി വളരെ വിഷമിച്ചിരിക്കുന്നു, നമ്മൾ ചിലപ്പം പുറത്തേക്ക് പോയി കഴിഞ്ഞ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ വി ഫീൽ ഗുഡ്. പക്ഷേ അതൊരു സർഫസ് ലെവലാണ്. നമ്മളതിൻ്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങി ചെല്ലാത്തിടത്തോളം കാലം ഇറ്റ് വിൽ ഫോളോ യു. സോ ഇത് തന്നെയാണ്, അതായത് ഒരു വൂണ്ട് ഇല്ലാത്ത മനുഷ്യരില്ല എന്നാണ് പറയുന്നത്. അതപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും? ഈ ഒരുപാട് സ്ട്രിങ്സ് ആയിരിക്കുമല്ലേ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അതെ ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസ് തേടുക. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് നിങ്ങൾ ഒരു 5 വയസ്സിൽ നിങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് സ്റ്റാക്ക് ചെയ്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം നമുക്ക് ഒരു സെഷനിൽ നിന്നോ 2 സെഷനിൽ നിന്നോ മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് റയർലി ഹാപ്പൻ. സോ നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യയിൽ ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ പോലും അവർ അതിന് മെനക്കെടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ദേ തിങ്ക്, അതായത് ഒരു മാജിക് പില്ലാണ്. ഓക്കെ, ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഒരു സെഷൻ സൈക്കോളജിസ്റ്റ് എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും പറയുമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത്. ആൻഡ് ഓൾസോ ഇത് എക്സ്പെൻസീവാണ്. നമ്മുടെ നാട്ടിൽ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അത്രയും ഇതിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ എന്നുള്ളൊരു, നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് 2 അടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ആ ഒരു അവയർനെസ് അത്രയ്ക്കേ ഉള്ളൂ. കാരണം ഇതിൻ്റെ റൂട്ട് കോസ് ആരും മനസ്സിലാക്കുന്നില്ല.